ഹായ് മക്കളെ, സൈലത്തിൽ നിന്ന് നവീൻ സാർ തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ്. നാളെ നിങ്ങൾ എക്സാമിലേക്ക് എഴുതാൻ വേണ്ടി പോവാണ്. ഏകദേശം 2-3-4 മാസങ്ങളായിട്ട് നമ്മൾ US വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. നാളെ നമ്മൾ അവസാനമാണ്. നിങ്ങൾക്കറിയാം, 7ാം ക്ലാസ് വരലിൽ ഏറ്റവും ഉയർന്ന എക്സാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന എക്സാമുകളൊക്കെ ആയിട്ടുള്ള US എക്സാമിനേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എഴുതുമ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ പറയാണ്. അതിന് മുന്നേ ഒരു കാര്യം മക്കൾ പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 7 എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 7 അല്ല, ഇനി മുതൽ 7 മണിക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മക്കൾ മറക്കണ്ട, എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണം, അടിപൊളിയാക്കി മാറ്റണം, സെറ്റാക്കിയിട്ട് മാറ്റണം. കാരണം 105 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഉറപ്പിച്ചോ, 90% ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് അടിപൊളിയാക്കി മാറ്റും. നിങ്ങൾക്ക് വേണ്ടത് എന്തോ, നിങ്ങൾക്ക് എങ്ങനെ വേണമോ അതെന്ത് ഇന്ന് സെറ്റപ്പ് ആക്കി മാറ്റി തരും. മറക്കണ്ട, 7 മണിയാകുമ്പോൾ അങ്ങോട്ട് പോരാ. അഥവാ 2-3 മണിക്കൂർ ഇനി മുന്നിലുള്ളൂ. അപ്പൊ എല്ലാവരും അങ്ങോട്ടേക്ക് തന്നെ എന്ത് ചെയ്യാം, എത്താൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് അടിപൊളിയാക്കി മാറ്റണം. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, US എക്സാം എഴുതാൻ പോകുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ പാർട്ട് 1 ഇങ്ങനെ കാണാം. പാർട്ട് 1 എന്നാണ് പേപ്പറും, അതേപോലെ തന്നെ പാർട്ട് 2 എന്ന് പറഞ്ഞ 2 പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. മക്കൾ എന്ത് ചെയ്യണം, ഈ പേപ്പർ വൃത്തിയിൽ തന്നെ എന്ത് ചെയ്യണം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക, ഇവിടെ നെയിം ഓഫ് കാൻഡിഡേറ്റ്, നിങ്ങളുടെ പേര് എന്ത് ചെയ്യണം, ഈച്ച് പാർട്ട് ഓഫ് നെയിം എന്ത് ചെയ്യണം, ബ്ലാങ്ക് എന്ത് ചെയ്യണം, ബോക്സിൽ നിങ്ങളുടെ പേര് എഴുതി വെക്കണം. റോൾ നമ്പറിന്റെ കാര്യം, അതേപോലെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ റോൾ നമ്പർ തന്നിട്ടുണ്ടാവും, ഹാൾ ടിക്കറ്റ് തന്നിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നാളെ സ്കൂളിൽ തരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തന്നത് 1, 2, 3, 4 എന്നാണെങ്കിൽ ഏതാണോ കള്ളി, ആ കള്ളി എന്ത് ചെയ്യണം, എന്റെ മക്കൾ വൃത്തിയിൽ എന്ത് ചെയ്യുക, കറപ്പിക്കാൻ നോക്കുക കൃത്യമായിട്ട് കേട്ടോ. കറപ്പിക്കുന്ന സമയത്ത് എന്റെ മക്കളുണ്ട് റോങ് മെത്തേഡ് ഉണ്ട്, കറക്റ്റ് മെത്തേഡ് ഉണ്ട്. ഇതെന്ത് ചെയ്യണം, എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ ഒപ്പം എന്ത് ചെയ്യണം, അവിടെ ഇടണം. നിങ്ങൾ ഏത് മീഡിയ ആണ്, നിങ്ങൾ ഏതാ ജെൻഡർ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ നിർദ്ദേശങ്ങളും, ഇതിൽ വരുന്ന ഓരോ നിർദ്ദേശങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. മക്കളെ മനസ്സിലാക്കി വെച്ചോളി. ഒന്നാമത്തെ കാര്യം തന്നെ പറയുന്നത്, USS പരീക്ഷ അറിയാം. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നേരം വൈകരുത്. 9:30 റിപ്പോർട്ട് ചെയ്യേണ്ടത്, 10 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 9:30 മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിൽ എത്താൻ ശ്രമിക്കുക. കാരണം ഇതുവരെ പഠിച്ചതാണ്. ലാസ്റ്റ് നേരം വൈകി നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ ടെൻഷൻ ആവും. ടെൻഷൻ ആയിട്ടുണ്ടെങ്കിൽ ആകെ നമുക്ക് പ്രയാസവും, ഓർമ്മയിൽ എടുക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് നേരത്തെ എത്താൻ ശ്രമിക്കുക. എന്ത് ചെയ്യുക, ഇന്ന് ഇപ്പം നിങ്ങൾ ക്ലാസ് നമ്മൾ ഇന്ന് ഒരു 10:30-11 നമ്മൾ മാരത്തോൺ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഉറങ്ങുക, രാവിലെ എഴുന്നേൽക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് നേരെ തന്നെ നിങ്ങൾ എവിടേക്ക് എത്താൻ ശ്രമിക്കുക, സ്കൂളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 9 മണി 9:15 സ്കൂളിൽ എത്താം. 9:50 റിപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, അടുത്ത കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, പരീക്ഷ എഴുതുന്നവർ ഒരേ നിറത്തിലുള്ള 2 പേന, ഒന്നെങ്കിൽ ബ്ലാക്ക് എടുക്കാം, ബ്ലൂ എടുക്കാം, 2 എന്തായാലും എന്ത് ചെയ്യുക, കയ്യിൽ കരുതുക. ഒന്ന് കളർ ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി ബുദ്ധിമുട്ടാവരുത്. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവുന്ന പെണ്ണ്, ആ പെണ്ണ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. മാത്രമല്ല, പുതിയ പെണ്ണ് വാങ്ങുന്നേക്കാൾ ഞാൻ പറയും, നിങ്ങൾ യൂസ് ചെയ്യുന്ന പെണ്ണിനെ ഏറ്റവും പറ്റും. കാരണം ഇത് കറുപ്പിക്കണല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പെണ്ണ് എടുക്കാം. മാത്രമല്ല, ഒരു കാരണവശാലും മഷിപ്പേൻ എന്ത് ചെയ്യേണ്ട, ആരും ഉപയോഗിക്കണം കേട്ടോ. മഷിപ്പേൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ഔട്ട് ആവും. പിന്നെ ആ പേപ്പർ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് OMR മെഷീനിലാണെങ്കിലും എന്ത് ചെയ്യും, ഒരു സിസ്റ്റത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അത് മാർക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് മാർക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, സ്പ്രെഡ് ഔട്ട് ആയാലും എന്ത് ചെയ്യും, അത് പ്രശ്നമാവും. അതുകൊണ്ട് മഷിപ്പേൻ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. പെൻസിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്ത്, നിങ്ങൾ എന്ത് ചെയ്യും, ഉത്തരങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കട്ടികൂട്ടുക, എന്ത് ചെയ്യുക, പെൻസിൽ യൂസ് ചെയ്യരുത്. മാത്രമല്ല, ഹാൾ ടിക്കറ്റ് നോക്കി തന്നെ എന്ത് ചെയ്യണം, രജിസ്റ്റർ നമ്പർ അക്കത്തിലും അക്ഷരത്തിലും ഉത്തരവേപ്പിലും എന്ത് ചെയ്യണം, എഴുതണം കേട്ടോ. അപ്പോൾ ഹാൾ ടിക്കറ്റ് എൻ്റെ മക്കൾ എടുക്കണം, മറക്കരുത്. ഹാൾ ടിക്കറ്റ് ഇന്ന് തന്നെ എടുത്ത് വെക്കുക. ഒരു ഫയലിലേക്ക് ഹാൾ ടിക്കറ്റും നിങ്ങളുടെ പെന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയാക്കുക. മാത്രമല്ല, നിങ്ങൾ 5ാമതായിട്ട് കരുതേണ്ടത് ഒരു വാച്ചും നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് എന്ത് ചെയ്യുക, എല്ലാ മക്കളും എടുക്കുക. സമയം നന്നായിട്ട് നോക്കണം. സമയം നിങ്ങൾ പ്രത്യേകിച്ച് മാത്സിലൊക്കെ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറേ സമയം പോകാറുണ്ട്. അപ്പം വാച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കയ്യിൽ കരുതുക. വാച്ചിന് പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ ഇതിപ്പോൾ ആപ്പിളിൻ്റെ വാച്ചാണ്, ഞാൻ പറഞ്ഞ വാച്ചുകളാണ്. അപ്പോൾ വാച്ചുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് വാച്ചുകൾ അങ്ങോട്ട് കേട്ടില്ല. സാധാരണ എന്തുണ്ടാകുന്ന വാച്ച് ഉണ്ടല്ലോ, സാധാ വാച്ചുകളുണ്ടല്ലോ, അങ്ങനത്തെ വാച്ചുകൾ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സാം ഹാളിലേക്ക് കയറാം. എക്സാം ഹാളിൽ എത്തിയ സമയത്ത് കൃത്യമായിട്ട് സമയം നോക്കിയിട്ട് തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓരോന്നിനും ആൻസർ ചെയ്യുക. ഒരു കാര്യം കൂടി, 90 ക്വസ്റ്റ്യനും 90 എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല, അവസാനത്തെ ഒരു 10 മിനിറ്റ്, അഥവാ നിങ്ങൾ അവസാനത്തെ 10 മിനിറ്റ് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വെറുതെ കറക്കി കുത്താതെ അതിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് ഓപ്ഷൻസ് 2-3 വട്ടം വായിക്കുമ്പോൾ എൻ്റെ മക്കൾ ഓൾറെഡി കിട്ടും. അതിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എപ്പോഴും ഒരു ബിയും സിയും ആയിരിക്കും ഏറ്റവും മോർ ദാൻ ചാൻസിബിൾ കൂടുതൽ, പ്രോബിലിറ്റി കൂടുതൽ. പക്ഷേ ഉറപ്പിക്കാൻ പറ്റില്ല. എന്നാൽ പോലും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിലേക്ക് ഒന്ന് നോക്കാം. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. 90 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, അടിപൊളിയാക്കി മാറ്റുക. ബാക്കി എല്ലാം ഉണ്ട്. നാം പാതി ദൈവം പാതി എന്നാണ്. ബാക്കി ദൈവത്തിന് നിങ്ങൾ അർപ്പിക്കുക, അടിപൊളിയാക്കുക. 2 മാസം നിങ്ങൾ എഫേർട്ട് ഇട്ടോ, അത് നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും. അടിപൊളിയാക്കി മാറ്റുക. സോ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കാണാം ഇതേപോലെ ഉണ്ടാവും. ഫസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുക ഏത് തന്നെയാണ്,
പാർട്ട് എ, പാർട്ട് ബി, അതേപോലെ പാർട്ട് സി. ആദ്യം ലാംഗ്വേജ് ഉണ്ടാവും, ചിലപ്പോൾ അറബി ആവും, സംസ്കൃതം ആവും. അറബിയും സംസ്കൃതമൊക്കെ എടുത്തോലെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ടീച്ചർ ഈ ക്വസ്റ്റ്യൻ ഒന്നൊരു വായിച്ചു തരാൻ ചോദിക്കുക. ചിലപ്പോൾ നിങ്ങൾ വായിച്ചു തരാൻ ചാൻസ് ഉണ്ട്. അതെന്ത് ചെയ്യുക, നന്നായിട്ട് ഡൗട്ടുകൾ ചോദിക്കാണ്. ടീച്ചേഴ്സിന് അതിനാ നിർത്തിയത്. ടീച്ചേഴ്സ് നിങ്ങളെ ആരെയും ഉപദ്രവിക്കാനോ ആരെയും പിടിച്ച് ജയിലിടാനോ ഒന്നും വെച്ച ടീച്ചേഴ്സ് അല്ല, എല്ലാവരും കോർപ്പറേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ആ ലാംഗ്വേജ് കൃത്യമായിട്ട് നോക്കുക, മലയാളം സെക്കൻഡ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ നോക്കുക. പിന്നെ മാത്തമാറ്റിക്സ്, ഇത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് എക്സാം ആയിട്ട് ഇത് നിങ്ങൾക്ക് കിട്ടുട്ടോ. ഈ പേപ്പർ ആരും കളയരുത്. കാരണം നമ്മൾ രാത്രി തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആൻസർ കീ ഡിസ്കഷൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, മാക്സിമം മാർക്ക് നിങ്ങൾ വാങ്ങാൻ പറ്റിയ ചാൻസ് ഉള്ളത് ഇവിടുന്ന് തന്നെയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയാക്കി മാറ്റാം. സോ നാളെ എക്സാം എഴുതാൻ വേണ്ടി എൻ്റെ മക്കൾ എല്ലാവരും പോവാണ്, അറിയാം. അടിപൊളിയാക്കി തന്നെ എൻ്റെ മക്കൾ എക്സാം എഴുതാ. മറക്കണ്ട, ഒരു കാര്യം മറക്കണ്ട, 90 അറ്റൻഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ പോലും ഒഴിവാക്കരുത്. നന്നായിട്ട് അടിപൊളിയാക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് ബാക്കി ദൈവം തന്നോളും. ബാക്കി എല്ലാവരും ഉണ്ടാവും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ, നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ ഒബ്വിയസ്ലി നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാരണം കുറേ കാലമായിട്ട് നിങ്ങളെ ഇതാക്കുന്നതാണ്. ആ ടീച്ചേഴ്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ആ ടീച്ചേഴ്സിന്, സ്ഥലത്തിലെ ടീച്ചേഴ്സിന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അടിപൊളിയാക്കാം. ഇന്ന് എന്ത് ചെയ്യുക, ഈ സമയം നിങ്ങൾ ഒരു 5 മണി to 6 മണിയൊക്കെ നിങ്ങൾ കളിച്ചോ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 7 മണിയാകുമ്പോൾ കൃത്യമായിട്ട് ലൈവിലേക്ക് വരിക. ക്വസ്റ്റ്യൻസ് മാത്രം ചർച്ച ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അടിപൊളിയാക്കി മാറ്റിത്തരും. ഞാൻ പറഞ്ഞത് ആയിരുന്നു കൊടുത്തിരുന്നത്, അതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. എയറിന് പകരം 7 മണിക്കാണ് 105 ക്വസ്റ്റ്യൻസ് എല്ലാവരും ഉണ്ടാവും. മക്കളെ, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കി തന്നെ മാറ്റും. ഓൾ ദി ബെസ്റ്റ് ഗൈഡ്സ്. എല്ലാവരും ഓർക്കുക, എല്ലാവരും അടിപൊളിയാക്കുക. ഞാൻ എൻ്റെ മക്കളെ കാണാൻ അവസാനമായിട്ട് ഇങ്ങനെ ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് വന്നതാണ്. മക്കളെ, എന്നും എൻ്റെ മക്കൾ എൻ്റെ ഓർമ്മയിലുണ്ടാവും. ഓൾ ദി ബെസ്റ്റ് ഗൈഡ്സ്. ഓൾ ദി ബെസ്റ്റ്. എല്ലാ മക്കളും എല്ലാവരും കമന്റ് ബോക്സിൽ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും കൊടുക്കാം. മക്കളെ സെറ്റാക്കണം നമുക്ക്. സോ എക്സാം കഴിഞ്ഞിട്ട് കാണണം. നാളത്തെ പുലരി നിങ്ങളുടാവട്ടെ, നാളത്തെ ദിവസം നിങ്ങളുടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഉഷാറാക്കാം.